ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരപ്രേമികൾക്കിടയിൽ താരമായി വളർന്നിരിക്കുന്ന ഒരു AI ആപ്പാണ് എക്സ്പ്ലർജർ. 2 കോടിയിൽ പരം ഉപയോക്താക്കളാണ് ലോകത്തിലെ 75-ലധികം രാജ്യങ്ങളിൽ നിന്നായി ഈ ആപ്പ് ഉപയോഗപ്പെടുത്തി വരുന്നത്. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം എക്സ്പ്ലർജറിനെ തേടിയെത്തുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ ഇന്ത്യൻ നിർമ്മിത സോഷ്യൽ മീഡിയ ആപ്പ് ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ഏവരുടെയും ശ്രദ്ധ കവർന്നു. എക്സ്പ്ലർജറിലെ AI അവതാറായ നിവു ആയിരുന്നു പ്രധാന ആകർഷണ കേന്ദ്രം. 130ഓളം ഭാഷകളിലുള്ള നൈപുണ്യമാണ് നിവുവിനുള്ളത്. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ളവർക്കും അവരവരുടെ ഭാഷയിൽ നിവുവിനോട് സംവദിക്കാനാവുമെന്നതും വിസ്മയകരമാണ്. വിനോദസഞ്ചാരികൾക്ക് ഉപകാരപ്രദമാകും വിധം യാത്ര, ടൂറിസം എന്നിവ മുൻനിർത്തി വികസിപ്പിച്ചിട്ടുള്ള AI ആപ്പാണ് എക്സ്പ്ലർജർ. പ്രൊഫഷണലുകൾക്കായിട്ടുള്ള പ്രത്യേക ആപ്പായ ലിങ്ക്ഡിൻ, കലാവാസനയുള്ളവർക്കായുള്ള പ്രിന്റസ്റ്റ് എന്നിവ പോലെ സഞ്ചാരികൾക്കായി മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആപ്പാണ് എക്സ്പ്ലർജർ. ഡൽഹി സ്വദേശിയായ ജിതിൻ ഭാട്ടിയാണ് എക്സ്പ്ലർജറിന്റെ അമരക്കാരൻ. 2023-ലാണ് അദ്ദേഹം ഈ ആപ്പിന് രൂപം കൊടുത്തത്. ബോളിവുഡ് നടൻ സോനു സൂദുവും അദ്ദേഹത്തിന്റെ ഒപ്പം പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. ദേശാടനത്തിനുള്ള അഭിലാഷം എന്നതിന്റെ ഇംഗ്ലീഷ് വാചകമായ എർജ് ടു എക്സ്പ്ലോറിൽ നിന്നുമാണ് എക്സ്പ്ലോർജർ എന്ന പേര് ഈ ആപ്പിന് നൽകിയിരിക്കുന്നത്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് സോഷ്യൽ അഥവാ പുറത്തേക്ക് പോകൂ, സമൂഹവുമായി ഇടപഴകൂ എന്നതാണ് ഈ യാത്രാ ആപ്പിന്റെ ആപ്തവാക്യം. ഈ ആപ്പിൽ യാത്രാവേളകൾക്കിടയിലെ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തത്സമയം പങ്കുവെക്കാനാകും. കണ്ടന്റിനനുസരിച്ച് ലൈക്കും ഷെയറും റിവാർഡും ലഭിക്കും. ഇങ്ങനെ ലഭിക്കുന്ന റിവാർഡ് പിന്നീടുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കാനാകും. എക്സ്പ്ലർജറിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്ഥലം സന്ദർശിക്കാനെത്തിയാൽ അവിടെ ഇതേ ആപ്പിൽ അംഗത്വമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനാകും. അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനടക്കം ഈ ആപ്പ് സഹായിക്കും. പരിചയമില്ലാത്ത പുതിയ സ്ഥലങ്ങളിലെത്തിയാൽ യാത്രാ പദ്ധതി തയ്യാറാക്കാനും ഗൈഡ് എന്ന പോലെ ഒപ്പം കൂടാനും ഈ AI ആപ്പിലെ അവതാറായ നിവുവും ഉണ്ടാകും. ഓട്ടോമാറ്റിക് ട്രാവൽ ലോഗ് എന്ന ഓപ്ഷനിലൂടെ ഓരോ ഉപയോക്താവും സന്ദർശിച്ച രാജ്യങ്ങൾ, നഗരങ്ങൾ, യാത്ര ചെയ്ത ദൂരം, സ്ഥലങ്ങൾ എന്നിവ ഈ ആപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ യഥാർത്ഥ യാത്രാ ടൈം ലൈനും ഈ ആപ്പ് സൃഷ്ടിക്കും. ഉപയോക്താക്കൾ യാത്ര ചെയ്ത ദൂരം, ലഭിച്ച ലൈക്കുകൾ, ഫോളോവേഴ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലർജർ കൗണ്ട് നേടി ഉന്നത സ്ഥാനം കരസ്ഥമാക്കാനുമാവും. ട്രിവാഗോ ഉൾപ്പെടെ 100-ലധികം ആഗോള ബ്രാൻഡുകളുമായുള്ള പങ്കാളിത്തവും ഈ ആപ്പിനുണ്ട്. അങ്ങനെ വിമാനയാത്ര, സഞ്ചാരികളുടെ താമസത്തിനും മറ്റുമായുള്ള ഹോട്ടൽ, മറ്റ് യാത്രാ ആവശ്യങ്ങൾ എന്നിവയിൽ ഇളവുകളും ആനുകൂല്യങ്ങളും ഉപയോക്താവിന് ലഭ്യമാകും. ഈ സോഷ്യൽ ആപ്പിന് മറ്റ് ആപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പ്രത്യേകതകളുണ്ട്. ഇതിൽ വ്യാജ അക്കൗണ്ടുകൾ തുറക്കാനാവില്ല. അതുപോലെ തന്നെ സഞ്ചാര വീഡിയോകളും ഫോട്ടോകളുമെല്ലാം പങ്കുവെക്കണമെങ്കിൽ ആ ഫോട്ടോ എടുത്ത സമയത്ത് തന്നെ അത് എടുത്ത സ്ഥലത്ത് നിന്നും മാത്രമേ ആപ്പിലൂടെ ഷെയർ ചെയ്യാനാവുകയുള്ളൂ. അതായത് ഫോട്ടോയോ വീഡിയോയോ എടുത്തു കഴിഞ്ഞ് നാളുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ അവ എടുക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പോന്നു കഴിഞ്ഞോ എക്സ്പ്ലോർജറിൽ അപ്ലോഡ് ചെയ്യാനാവില്ല. അങ്ങനെ ചെയ്താൽ GPS മുഖാന്തരം ആപ്പ് അക്കാര്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ VPN ഉപയോഗിച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ AI ആപ്പ് അത് തിരിച്ചറിയും. എന്തായാലും നിലവിൽ സഞ്ചാരപ്രേമികൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ആപ്പായി എക്സ്പ്ലോർജർ വളർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഈ ആപ്പിന്റെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിക്കായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ എക്സ്പ്ലർജർ CEO ജിതിൻ ഭാട്ടിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി എക്സ്പ്ലോർജറിന്റെ പിന്തുണയും ആവശ്യപ്പെടുകയുണ്ടായി. അതിനു പിന്നാലെയാണ് ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിലേക്കായി എക്സ്പ്ലോർജറിനെ ക്ഷണിച്ചത്. നിലവിൽ ഈ ആപ്ലിക്കേഷൻ വലിയ തോതിലുള്ള മോണിറ്റൈസേഷൻ സംവിധാനം സജ്ജമാക്കാനായുള്ള ഒരുക്കത്തിലാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.